ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് വരാൻ മാക്സിമം ചാൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ്, വരാൻ ചാൻസ് ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ന്യൂസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അറിവിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ബീഹാർ കോളേജ് ആസ്ട്രോണമി ലാബ് ഓൺ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റ്. അപ്പോൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ബീഹാർ കോളേജ് ആസ്ട്രോണമി ലാബ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുനെസ്കോൻ്റെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ബീഹാർ കോളേജിൻ്റെ ആസ്ട്രോണമി ലാബ് ഉണ്ട്. നമുക്കൊന്ന് വായിക്കാം. യുനെസ്കോ ഹാസ് ആഡഡ് എ 106-year-old ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി അറ്റ് ലങ്കട്ട് സിംഗ് കോളേജ് ഇൻ ബീഹാർസ് മുസാഫർപൂർ on its list of important endangered heritage observatories of the world, raising hopes of reviving an neglected edifice that has little to show ഓഫ് ഇറ്റ്സ് ഗ്ലോറിയസ് പാസ്റ്റ്. ബിൽട്ട് ഇൻ 1916. ഇതതിൻ്റെ നിർമ്മിച്ച കാലമൊക്കെയാണ് പറയുന്നത്. 1916 ആണ് നിർമ്മിച്ചത്. ദ 123-year-old കോളേജ് ഇസ് നൗ അഫിലിയേറ്റഡ് ടു ഭീം റാവ് അംബേദ്കർ ബീഹാർ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബീഹാർ കോളേജ് ആസ്ട്രോണമി ലാബ് ഓഫ് ബീഹാർ കോളേജ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 106 വർഷം പഴക്കമുള്ള ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് ഉള്ളത്. സോ ലങ്കട്ട് സിംഗ് കോളേജ് ഇൻ ബീഹാർസ് മുസാഫർപൂർ. അപ്പോൾ ആ കോളേജിൻ്റെ പേരാണ് ലങ്കട്ട് സിംഗ് കോളേജ് എന്നാണ് ആ കോളേജിൻ്റെ പേര്. സോ സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് MOU വിത്ത് ഇന്ത്യൻ നേവി ഫോർ കൊളാബറേറ്റീവ് റിസർച്ച്. അപ്പോൾ IISc സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU ഇന്ത്യൻ നേവി ആയിട്ട് കൊളാബറേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ MOU സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. The Indian Institute of Science and the Indian Navy have signed an MOU to collaborate on aviation research and development and to ramp up self-reliance efforts for the Navy in line with the goals of Atmanirbhar Bharat. The MOU signed provides a formal basis for the Navy to interact with the relevant faculty members at IISc and will promote joint research. അപ്പോൾ IISc സൈൻ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നേവി ആയിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് കൊളാബറേറ്റീവ് റിസർച്ച്, ജോയിൻറ്റ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NPCI ആൻഡ് IIT കാൺപൂർ ഇങ്ക് MOU. വീണ്ടും MOU സൈൻ ചെയ്തതിനെ കുറിച്ചാണ്. NPCIയും അതേപോലെ IIT കാൺപൂറും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ നോളേജ് ഷെയറിംഗ് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളേജ് ഷെയറിങ്ങിനും റിസർച്ച് കൊളാബറേഷനും വേണ്ടിയിട്ടാണ് ഈ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. The Indian Institute of Technology Kanpur and the National Payments Corporation of India have signed an MOU for sharing knowledge on innovative ideas and to collaborate on the development of indigenous digital payments. So the collaboration will also help in the augmentation of cybersecurity controls for NPCI and its subsidiaries, products and services. Mr. ദിലീപ് അസ്ബെയാണ് MD ആൻഡ് CEO ഓഫ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. സോ NPCIയും IIT കാൺപൂറും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ഷെയറിങ്ങിനും റിസർച്ച് കൊളാബറേഷനും വേണ്ടിയിട്ടാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വോഡാഫോൺ ഐഡിയ നെയിംസ് രവീന്ദ്ര താക്കർ ആസ് ചെയർമാൻ, ഹിമാൻഷു കപ്പാനിയ ടു സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ ഹിമാൻഷു കപ്പാനിയ റിസൈൻ, അതായത് ടേം കഴിയാറായി. സോ രവീന്ദ്ര താക്കറാണ് ഇനി ചെയർമാൻ ആവാൻ പോകുന്നത്. സോ നമുക്കൊന്ന് വായിക്കാം. രവീന്ദ്ര താക്കർ, ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ടെലികോം ഓപ്പറേറ്റർ വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ്, will replace Himanshu Kapania as the Telecom's new chairman.
അപ്പോൾ ചെയർമാനായിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് രവീന്ദ്ര താക്കാറാണ്. So last month, Vodafone Idea has announced that its chief financial officer Akshaya Mundra would replace Thakkar as firm CEO. അപ്പോൾ ഇവിടെ ഒരു സീറ്റ് വേക്കൻ്റ് ആവും. അതായത് രവീന്ദ്ര താക്കർ ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ രവീന്ദ്ര താക്കർ ഇപ്പോൾ CEO ഓഫ് MD ആൻഡ് CEO ഓഫ് വോഡാഫോൺ ഐഡിയയാണ്. അപ്പോൾ ആ സീറ്റ് വേക്കൻ്റ് ആവുമ്പോൾ ആ സ്പേസ് ഫില്ല് ചെയ്യുന്നത് അക്ഷയ മൂന്ദ്രയാണ്. അപ്പോൾ പുതിയ CEO ആയിരിക്കും അക്ഷയ മൂന്ദ്ര. അതേപോലെ ഹിമാൻഷു കപ്പാനിയ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ രവീന്ദ്ര താക്കർ ചെയർമാൻ ആവും. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. LIC ബ്രേക്സ് ഇൻ ടു ഫോർച്യൂൺ 500 ലിസ്റ്റ്, റിലയൻസ് ഇൻഡസ്ട്രി ജംപ്സ് 51 പ്ലേസസ്. അപ്പോൾ LIC ഫോർച്യൂൺ 500 ലിസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 51 പ്ലേസ് ജമ്പ് ചെയ്തിരിക്കുകയാണ്, ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കൊന്ന് വായിക്കാം. റീസെൻ്റ്ലി ലിസ്റ്റഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഹാസ് ബ്രോക്കൺ ഇൻ ടു ദ latest Fortune Global 500 list. The Reliance Industries has jumped 51 places. The nation's biggest life insurer with revenue of $97.26 billion and a profit of $553.8 million was ranked 98th on the just released Fortune 500 list. അപ്പോൾ LICയുടെ റാങ്കാണ് ഈ പറയുന്നത്. 98ാമത്തെ റാങ്കിലാണ് ഫോർച്യൂൺ 500 ലിസ്റ്റിൽ LIC നേടിയിരിക്കുന്നത്. അതേപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് 51 പ്ലേസ് ജമ്പ് ചെയ്തിട്ട് 104ാമത്തെ പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് ഈ വർഷത്തെ ലിസ്റ്റിൽ. അപ്പോൾ LICയുടെ റാങ്കിങ് ആണ് ഈ വർഷം ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ വർഷം തന്നെ 98th പൊസിഷനിൽ ടോപ്പ് 500 ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. 98th പൊസിഷനിലാണ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെക്കാട്ടിലും ബെറ്റർ പെർഫോമൻസ് ആണ്, അതായത് ബെറ്റർ റാങ്കാണ് നേടിയിരിക്കുന്നത് LIC. റിലയൻസിൻ്റെ റാങ്ക് 104ആണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എയർടെൽ ടു സ്റ്റാർട്ട് 5G റോൾ ഔട്ട് ഇൻ ഓഗസ്റ്റ് ഇൻ പാക്സ് വിത്ത് എറിക്സൺ, നോക്കിയ ആൻഡ് സാംസങ്. അപ്പോൾ എയർടെൽ 5G റോൾ ഔട്ട് ഓഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ വർഷം തന്നെ, ഈ മാസം തന്നെ. സോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് എറിക്സണും നോക്കിയയും സാംസങ്ങും. എയർടെല്ലാണ് ഈ എറിക്സൺ, നോക്കിയ, സാംസങ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. The Sunil Mittal led firm recently acquired 19,867.8 MHz spectrum in 900 MHz, 1,800 MHz, 2,100 MHz and 3,300 MHz and 26 GHz bands, bolstering its spectrum holding. Bharti Airtel, which acquired spectrum worth 43,084 crore in the just concluded auction. Airtel has announced it has signed 5G network agreements with gear makers Ericsson, Nokia and Samsung to commence development. അപ്പോൾ എയർടെല്ലാണ് 5G സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് എറിക്സണും നോക്കിയയും സാംസങ്ങുമായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഗോപാൽ വിറ്റലാണ് എയർടെലിൻ്റെ CEO. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IOCL, അതായത് ദ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് സൈൻസ് MOU വിത്ത് ബംഗ്ലാദേശ് ഫോർ എമർജൻസി സപ്ലൈ ഓഫ് പെട്രോളിയം ഗുഡ്സ്. അപ്പോൾ ഇതും ഒരു MOU സൈൻ ചെയ്തതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും ബംഗ്ലാദേശ് ഗവൺമെൻറ്റുമായിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി സപ്ലൈ ഓഫ് പെട്രോളിയം ഗുഡ്സ്, അതായത് പെട്രോളിയം ഗുഡ്സിൻ്റെ എമർജൻസി സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. ദ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് സൈൻഡ് ആൻ MOU വിത്ത് ബംഗ്ലാദേശ് റോഡ്സ് ആൻഡ് ഹൈവേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ധാക്ക ഫോർ എമർജൻസി സപ്ലൈ ഓഫ് പെട്രോളിയം ഗുഡ്സ് ത്രൂ ബംഗ്ലാദേശ് ടെറിട്ടറി ടു ഇന്ത്യ. അപ്പോൾ ബംഗ്ലാദേശ് ഗവൺമെൻറ്റും ബംഗ്ലാദേശ് അതായത് റോഡ്സ് ആൻഡ് ഹൈവേസ് ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. പെട്രോളിയം പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ബംഗ്ലാദേശ് ടെറിട്ടറിയിൽ കൂടെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻ്റാണ് ഈ സൈൻ ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Center launches State University
അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് എക്സലൻസ് സ്കീം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് റോബസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോബസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് എക്സലൻസ് സ്കീം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. The government launched a state university research excellence scheme to augment the research capabilities in a structured way to create a robust research and development ecosystem in state and private universities and colleges. The new scheme will help bring the university system into mainstream research and enable the young faculty to participate in cutting-edge research. അപ്പോൾ സെൻട്രൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് എക്സലൻസ് സ്കീം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ അപ്രൂവ്സ് ഹയസ്റ്റ് എവർ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഓഫ് 305 rupees per quintal ഫോർ ഷുഗർ കെയിൻ ഫാർമേഴ്സ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹയസ്റ്റ് ആയിട്ടുള്ള, ഇതുവരെത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് 305 രൂപ പെർ കിൻഡലിന് 305 രൂപ ഷുഗർ കെയിൻ ഫാർമേഴ്സിന് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ക്യാബിനറ്റ് ഓൺ എക്കണോമിക് അഫയേഴ്സ് ഹാസ് അപ്രൂവ്ഡ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഫോർ ഷുഗർ സീസൺ 2022-23 October to September period. It has approved a highest ever fair and remunerative price of 305 rupees per quintal for sugarcane farmers. അപ്പോൾ ഷുഗർകെയിൻ ഫാർമേഴ്സിന് ഒരു കിൻഡലിന് 305 രൂപയാണ് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. ദ FRP ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് for sugar season 2022-23 is 2.6% higher than current sugar season 2021-22. അതായത് 2021-22 പീരീഡിലുള്ളതിനെക്കാട്ടിലും 2.6% കൂടുതലാണ് 2022-23 പീരീഡിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളത്. So fair and remunerative price of sugarcane is fixed to ensure a guarantee price to sugarcane growers. അപ്പോൾ ഈ ഒരു ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡും അതേപോലെ ഗ്യാരണ്ടീഡ് പ്രൈസും ഷുഗർ കെയിൻ ഓണേഴ്സിന് ഗ്രോവേഴ്സിന് ഫിക്സഡ് ആൻഡ് ഗ്യാരണ്ടീഡ് പ്രൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു FRP കൊടുത്തിരിക്കുന്നത്, അതായത് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ആൻഡ് US to hold a mega military exercise in Uttarakhand only in October. അപ്പോൾ ഒക്ടോബറിൽ വെച്ചിട്ട് ഇന്ത്യയും US കൂടിയിട്ട് ഒരു മിലിറ്ററി എക്സസൈസ് ഉത്തരാഖണ്ഡിലെ ഓളിയിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ആൻഡ് the US will conduct a fortnight long mega military exercise in Uttarakhand only in October this year. The 18th edition of exercise Yuddha Abhyas is scheduled to take place from October 14 to 31. അപ്പോൾ യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ് ആണ് നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 14 to 31 അത് നടക്കാൻ പോകുന്നത്. അത് ഉത്തരാഖണ്ഡിലത്തെ ഓലി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നടക്കുക. So the exercise is aimed at enhancing understanding, cooperation and interoperability between the two armies. In June 2016, the US designated India a major defense partner. So the last edition of exercise നടന്നത് ഒക്ടോബറിലാണ്. USA അലസ്കയിലാണ് അത് നടന്നത്. സോ ഇന്ത്യയും US കൂടിയിട്ട് ഒരു മെഗാ മിലിറ്ററി എക്സസൈസ് ഓലി ഉത്തരാഖണ്ഡിലത്തെ ഓലിയിൽ ഒക്ടോബർ 14 മുതൽ 31 വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യുദ്ധ അഭ്യാസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യൻ ജുഡോക്ക തുലിക മാൻ ക്ലെയിംസ് സിൽവർ, തേജസ്വിൻ ശങ്കർ ബാഗ്സ് ബ്രോൺസ് ഇൻ മെൻസ് ഹൈ ജമ്പ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ജൂഡോ കളിക്കാരനായ തുലിക മാൻ ജൂഡോക്ക പ്ലെയറായ തുലിക മാൻ സിൽവർ മെഡൽ നേടി. അതേപോലെ തേജസ്വിൻ ശങ്കർ ബ്രോൺസ് മെഡൽ നേടി മെൻസ് ഹൈ ജമ്പിൽ. സോ ഇന്ത്യൻ ജൂഡോക്ക തുലിക മാൻ ക്ലെയിംഡ് സിൽവർ മെഡൽ ഇൻ വുമൻസ് 78 kg കാറ്റഗറി. തുലിക മാൻ ഒരു വുമണാണ്. സോ തുലിക മാൻ സിൽവർ മെഡൽ നേടി 78 kg കാറ്റഗറി ആഫ്റ്റർ സഫറിങ് എ ഡിഫീറ്റ് അഗെയിൻസ്റ്റ് സ്കോട്ട്ലൻഡ് സാറ Adlington at the ongoing Commonwealth Games 2022 in Birmingham. This is the India's third medal in judo this Commonwealth Games.
Indian weightlifter Gurdeep Singh bagged the bronze medal in the men's 109 plus kg final with a combined weight of 390 kg. അപ്പോൾ മെൻസ് ഹൈ ജമ്പിൽ തേജസ്വിൻ ശങ്കറാണ് ബ്രോൺസ് മെഡൽ നേടിയത്. അതേപോലെ ഇന്ത്യൻ ജൂഡോക്കോ ആയിട്ടുള്ള തുലിക മാൻ സിൽവർ മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രഞ്ജിത്ത് റാത്ത് അപ്പോയിൻറ്റഡ് ആസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഓയിൽ ഇന്ത്യ. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ ആൻഡ് MD ആയിട്ട് രഞ്ജിത്ത് റാത്തിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അനൗൺസ്ഡ് ദാറ്റ് രഞ്ജിത്ത് റാത്ത് ടുക്ക് ഓവർ ആസ് ദ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. He served as chairman cum managing director of a mineral exploration and consultancy limited under the Ministry of Mines, chief executive officer of a Khanij Bidesh India Limited, managing director of Bharat Gold Mines Limited prior to joining CMD position at oil. So രഞ്ജിത്ത് കാന്താണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഓയിൽ ഇന്ത്യ ആയിട്ട് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Coromandel International buys 45% equity in a Senegal's rock phosphate miner BMCC. അപ്പോൾ കോറമാൻഡൽ ഇൻ്റർനാഷണൽ 45% ഇക്വിറ്റി മേടിച്ചിരിക്കുകയാണ്. സെനഗലിൻ്റെ റോക്ക് ഫോസ്ഫേറ്റ് മൈനർ BMCC എന്ന് പറയുന്ന കമ്പനിയുടെ 45% ഷെയർ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. കോറമൻഡൽ ഇൻ്റർനാഷണൽ, ഇന്ത്യസ് ലീഡിംഗ് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ പ്ലെയർ, ഹാസ് ഫോർമലൈസ്ഡ് ദ അക്വിസിഷൻ ഓഫ് 45% ഇക്വിറ്റി ഷെയർ ഇൻ എ ബോബാബ് മൈനിങ് ആൻഡ് കെമിക്കൽസ് കോർപ്പറേഷൻ. അതാണ് BMCCയുടെ ഫുൾ ഫോം, കമ്പനിയുടെ പേര്. സോ എ റോക്ക് ഫോസ്ഫേറ്റ് മൈനിങ് കമ്പനി ബേസ്ഡ് ഇൻ സെനഗൽ. അപ്പോൾ ആ കമ്പനിയുടെ 45% ഷെയർ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10 lakh tons of diammonium phosphate and nitrogen phosphorus potassium will be manufactured. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോറമാൻഡൽ ഇൻ്റർനാഷണൽ 45% ഷെയർ സെനഗലിൻ്റെ റോക്ക് ഫോസ്ഫേറ്റ് മൈനറായ BMCC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബാബ് മൈനിങ് ആൻഡ് കെമിക്കൽസ് കോർപ്പറേഷൻ, അതിൻ്റെ 45% ഇക്വിറ്റി പർച്ചേസ് ചെയ്യാൻ മേടിച്ചിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 10 more Indian wetland sites gets Ramsar tag, number rises to 64. അപ്പോൾ 10 ഇന്ത്യൻ വെറ്റ്ലാൻഡ് സൈറ്റ്സിന് റാംസാർ ടാഗ് കിട്ടിയിരിക്കുകയാണ്. ആ നമ്പർ 64 ആയിരിക്കുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് വെറ്റ്ലാൻഡ് സൈറ്റ്സ്, റാംസാർ ടാഗ് കിട്ടിയിട്ടുള്ള വെറ്റ്ലാൻഡ് സൈറ്റ്സിൻ്റെ നമ്പർ 64 ആയിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ സൈറ്റ്സ് അറ്റ് കൂതംകുളം ബേർഡ് സാങ്ച്വറി, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ ബയോസ്ഫിയർ റിസർവ്, വേമ്പന്നൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ്, വെല്ലോഡ് ബേർഡ് സാങ്ച്വറി, വേദാന്തങ്കൽ ബേർഡ് സാങ്ച്വറി ആൻഡ് ഉദയ മാർത്താണ്ഡപുരം ബേർഡ് സാങ്ച്വറി, ഓൾ ഇൻ തമിഴ്നാടു, സത്കോസിയ ജോർജ് ഇൻ ഒഡീഷ, നന്ദ ലേക്ക് ഇൻ ഗോവ, രംഗനാഥിതു ബേർഡ് സാങ്ച്വറി ഇൻ കർണാടക ആൻഡ് സിർപൂർ വെറ്റ്ലാൻഡ് ഇൻ മധ്യപ്രദേശ്. അപ്പോൾ തമിഴ്നാടുവിലത്തെയും കർണാടകയിലത്തെയും അതേപോലെ മധ്യപ്രദേശിലത്തെയും കൂടിയിട്ടുള്ള 10 വെറ്റ്ലാൻഡ്സിനാണ് ഇപ്പോൾ റാംസാർ ടാഗ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റാംസാർ വെറ്റ്ലാൻഡ് ഇപ്പോൾ 10% ഓഫ് ടോട്ടൽ വെറ്റ്ലാൻഡുകളുടെ ടോട്ടൽ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 10% വെറ്റ്ലാൻഡിനും റാംസാർ വെറ്റ്ലാൻഡ് ആയിരിക്കുകയാണ്, അതിൻ്റെ റാംസാർ ടാഗ് കിട്ടിയിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നെയിംസ് മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജിയൻസ് ഫോർ ബാങ്ക്സ് പ്രയോറിറ്റി ലെൻഡിങ് സ്കീംസ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജിയൻസിനെ ബാങ്കിൻ്റെ പ്രയോറിറ്റി ലെൻഡിങ് സ്കീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നെയിം ചെയ്തിരിക്കുകയാണ്, മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജിയൻസ്. നമുക്കൊന്ന് വായിക്കാം. The RBI list of 121 districts where the minorities are a minimum 25% is led by Uttar Pradesh with the 21 districts, Kerala 14, Assam 13, West Bengal 12, Maharashtra 9, Arunachal Pradesh and Bihar 7 each, Manipur 6, Jharkhand and Sikkim 4 each, Karnataka 3, Delhi, Haryana, Himachal Pradesh, Mizoram, Uttarakhand,
Union Territory of Andaman and Nicobar Islands 2 each. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജൻസിനെ നെയിം ചെയ്തിരിക്കുകയാണ്. ബാങ്കിൻ്റെ പ്രയോറിറ്റി ലെൻഡിങ് സ്കീമിന് വേണ്ടിയിട്ടാണ് ഈ മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജൻസിനെ നെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മൈനോറിറ്റി ഡോമിനേറ്റഡ് റീജൻസ് ഇതൊക്കെയാണ്. സോ നമുക്ക് സെയിം ന്യൂസ് മലയാളത്തിലും ഉണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NASA releases first pieces of a multispectral maps of Mars. അപ്പോൾ NASA ഫസ്റ്റ് പീസസ് ഓഫ് മൾട്ടിസ്പെക്ട്രൽ മാപ്സ്, മാർസിൻ്റെ മൾട്ടിസ്പെക്ട്രൽ മാപ്സ് റിലീസ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. Scientists released the first pieces of the multispectral maps made by the compact reconnaissance imaging spectrometer for Mars CRISM, according to the National Aeronautics and Space Administration. നാസയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പീസസ് ഓഫ് മൾട്ടിസ്പെക്ട്രൽ മാപ്സ് ഓഫ് മാർസ്. നാസാസ് മാർസ് റിക്കണൈസൻസ് ഓർബിറ്റർ has been mapping minerals on red planet for the last 16 years with the help of CRISM. അപ്പോൾ കഴിഞ്ഞ 16 കൊല്ലമായിട്ട് നാസയുടെ മാർസ് റെക്കനൈസൻസ് ഓർബിറ്റർ മാർസിൽ മിനറൽസ് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് പ്ലാനറ്റിൽ 16 കൊല്ലമായിട്ട് CRISM, അതായത് കോമ്പാക്റ്റ് റെക്കനൈസൻസ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ ഫോർ മാർസ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നാസ ഫസ്റ്റ് പീസ് ഓഫ് മൾട്ടിസ്പെക്ട്രൽ മാപ്സ്, മാർസിൻ്റെ മൾട്ടിസ്പെക്ട്രൽ മാപ്സ് റിലീസ് ചെയ്തിരിക്കുകയാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രിവൺ.